പ്രതിസന്ധികളെ മറികടക്കുവാൻ ഏറ്റവും മികച്ച ആയുധം അറിവാണ്. നിരന്തരമായി പ്രയത്നിക്കുന്നവർക്ക് മുന്നിൽ പുതിയ വഴികൾ തുറന്നിടാൻ പ്രധാനപ്പെട്ട വിജ്ഞാപനങ്ങളും അറിയിപ്പുകളുമായി ആരംഭിക്കുന്നു ഈ ലക്കം തൊഴിലവസര വാർത്തകൾ. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൻ്റെ സബ്സിഡിയറിയായ കർണാടകയിലെ മാൽപ്പയിലുള്ള ഉഡുപ്പി കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ അസിസ്റ്റന്റ് മാനേജർ, സൂപ്പർവൈസർ എന്നീ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കരാർ അടിസ്ഥാനത്തിൽ 5 വർഷത്തേക്കാണ് നിയമനം ലഭിക്കുന്നത്. 30 ഒഴിവുകളാണ് ഉള്ളത്. അസിസ്റ്റന്റ് മാനേജർ ഇലക്ട്രിക്കൽ വിഭാഗത്തിൽ 3 ഒഴിവുകളാണ് ഉള്ളത്. യോഗ്യത കുറഞ്ഞത് 60% മാർക്കോടെയുള്ള ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദമാണ്. അസിസ്റ്റന്റ് മാനേജർ മെക്കാനിക്കൽ, അസിസ്റ്റന്റ് മാനേജർ മെറ്റീരിയൽസ് എന്നീ തസ്തികകളിലേക്ക് കുറഞ്ഞത് 60% മാർക്കോടെയുള്ള മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദമുള്ളവർക്കാണ് അപേക്ഷിക്കുവാൻ സാധിക്കുന്നത്. മെക്കാനിക്കൽ വിഭാഗത്തിൽ 9 ഒഴിവുകളും മെറ്റീരിയൽസ് വിഭാഗത്തിൽ 2 ഒഴിവുകളുമാണ് ഉള്ളത്. അസിസ്റ്റന്റ് മാനേജർ HR വിഭാഗത്തിൽ 1 ഒഴിവാണ് ഉള്ളത്. യോഗ്യത സംബന്ധിച്ച വിവരങ്ങൾക്കായി വെബ്സൈറ്റ് സന്ദർശിക്കുക. അസിസ്റ്റന്റ് മാനേജർ വിഭാഗത്തിലേക്കുള്ള പ്രായപരിധി 30 വയസ്സാണ്. സൂപ്പർവൈസർ മെക്കാനിക്കൽ തസ്തികയിൽ 11 ഒഴിവുകളാണ് ഉള്ളത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ത്രിവത്സര ഡിപ്ലോമയാണ് വിദ്യാഭ്യാസ യോഗ്യത. അല്ലെങ്കിൽ വെൽഡിംഗ്, ഷീറ്റ് മെറ്റൽ വർക്കർ, ബെഞ്ച് ഫിറ്റർ അല്ലെങ്കിൽ പ്ലംബർ ട്രേഡുകളിൽ ഏതിലെങ്കിലും ITI NTC വിജയമാണ്. സൂപ്പർവൈസർ ഇലക്ട്രിക്കൽ വിഭാഗത്തിൽ 3 ഒഴിവുകളാണ് ഉള്ളത്. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള വിദ്യാഭ്യാസ യോഗ്യത ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ ത്രിവത്സര ഡിപ്ലോമയാണ്. അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ട്രേഡിൽ ITI NTC വിജയമാണ്. സൂപ്പർവൈസർ ഫിനാൻസ് തസ്തികയിൽ 1 ഒഴിവാണ് ഉള്ളത്. യോഗ്യത കുറഞ്ഞത് 60% മാർക്കോടെയുള്ള കൊമേഴ്സ് അല്ലെങ്കിൽ ബിസിനസ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ബിരുദമാണ്. എല്ലാ തസ്തികയിലേക്കും പ്രവൃത്തി പരിചയം അത്യാവശ്യമാണ്. ഇത് സംബന്ധിച്ച വിവരങ്ങൾക്കായി www.cochinshipyard.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. സൂപ്പർവൈസർ തസ്തികയിലേക്കുള്ള പ്രായപരിധി 45 വയസ്സാണ്. അർഹരായ വിഭാഗക്കാർക്ക് നിയമാനുസൃതമായ വയസ്സിളവുകൾ ലഭിക്കുന്നതാണ്. ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഏപ്രിൽ 22. മുംബൈയിലെ ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എക്സിക്യൂട്ടീവ് ട്രെയിനി തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഗേറ്റ് സ്കോർ 2024, 2025, 2026 മുഖേനയാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. മെക്കാനിക്കൽ 125, കെമിക്കൽ 40, ഇലക്ട്രിക്കൽ 65, ഇലക്ട്രോണിക്സ് 50, ഇൻസ്ട്രുമെൻറ്റേഷൻ 15, സിവിൽ 35 എന്നിങ്ങനെ ആകെ 330 ഒഴിവുകളാണ് ഉള്ളത്. യോഗ്യത കുറഞ്ഞത് 60% മാർക്കോടെ ബന്ധപ്പെട്ട എഞ്ചിനീയറിംഗ് വിഷയങ്ങളിലെ BE, BTech അല്ലെങ്കിൽ BSc എഞ്ചിനീയറിംഗ് ആണ്. അല്ലെങ്കിൽ 5 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് MTechഉം ബന്ധപ്പെട്ട വിഭാഗത്തിലെ ഗേറ്റ് സ്കോറുമാണ്. പ്രായപരിധി 26 വയസ്സ്. 1 വർഷമാണ് പരിശീലന കാലാവധി. പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്നവരെ സയൻറ്റിഫിക് ഓഫീസർ C ഗ്രൂപ്പ് A തസ്തികയിലേക്ക് നിയമിക്കുന്നതാണ്. ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഏപ്രിൽ 30. വെബ്സൈറ്റ് www.npcalcareers.co.in. കോഴിക്കോട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൽ മൾട്ടി സ്കിൽഡ് സപ്പോർട്ട് സ്റ്റാഫ് തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. ഇൻ്റർവ്യൂ മുഖേനയാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. തീയതി പിന്നീട് അറിയിക്കുന്നതാണ്. ഒഴിവുകളുടെ എണ്ണം 1. ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമാണ് വിദ്യാഭ്യാസ യോഗ്യത. 1 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ +2 ജയം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയും 3 വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം. കൊച്ചിയിലാണ് നിയമനം ലഭിക്കുന്നത്. 28 വയസ്സാണ് പ്രായപരിധി. 21,800 രൂപയാണ് ശമ്പളമായി ലഭിക്കുന്നത്. iimk.ac.in എന്ന വെബ്സൈറ്റിലൂടെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഏപ്രിൽ 27. മുംബൈയിലെ രാഷ്ട്രീയ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡിൽ ഓപ്പറേറ്റർ കെമിക്കൽ ട്രെയിനിയാകാൻ ഉദ്യോഗാർത്ഥികൾക്ക് അവസരം. 188 ഒഴിവുകളാണ് ഉള്ളത്. 6 മാസമാണ് പരിശീലന കാലാവധി.
പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്നവരെ ഓപ്പറേറ്റർ കെമിക്കൽ ഗ്രേഡ് 2 തസ്തികയിൽ നിയമിക്കുന്നതാണ്. ഓൺലൈൻ ടെസ്റ്റും സ്കിൽ ടെസ്റ്റും മുഖേനയാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. യോഗ്യത ഫിസിക്സ് ഒരു വിഷയമായുള്ള BSc കെമിസ്ട്രി ബിരുദവും അറ്റൻഡന്റ് ഓപ്പറേറ്റർ കെമിക്കൽ പ്ലാന്റ് ട്രേഡിൽ NCVT വിജയവുമാണ്. യോഗ്യത സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്കായി വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. പ്രായപരിധി 30 വയസ്സ്. ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഏപ്രിൽ 27. വെബ്സൈറ്റ് www.rcfltd.com. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആന്ത്രോപോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിൽ അസിസ്റ്റന്റ് കീപ്പർ, DRDOയിൽ സീനിയർ സ്റ്റോർ ഓഫീസർ ഗ്രേഡ് 2, അനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറിയിങ് ഡിപ്പാർട്ട്മെൻറ്റിൽ ലൈഫ് സ്റ്റോക്ക് ഓഫീസർ എന്നീ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 16 ഒഴിവുകളാണ് ഉള്ളത്. ആന്ത്രോപോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിൽ അസിസ്റ്റന്റ് കീപ്പർ തസ്തികയിലേക്ക് ആന്ത്രോപോളജിയിൽ ബിരുദാനന്തര ബിരുദവും മ്യൂസിയോളജിയിൽ ഡിപ്ലോമയുമാണ് വിദ്യാഭ്യാസ യോഗ്യത. പ്രായപരിധി 30 വയസ്സാണ്. അനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറിയിങ് ഡിപ്പാർട്ട്മെൻറ്റിൽ ലൈഫ് സ്റ്റോക്ക് ഓഫീസർ തസ്തികയിൽ 8 ഒഴിവുകളാണ് ഉള്ളത്. യോഗ്യത വെറ്ററിനറി സയൻസ് ആൻഡ് അനിമൽ ഹസ്ബൻഡറിയിൽ ബിരുദമാണ്. വെറ്ററിനറി കൗൺസിൽ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ വെറ്ററിനറി കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സിൽ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. 3 വർഷത്തെ പ്രവൃത്തി പരിചയം നേടിയിരിക്കണം. പ്രായപരിധി 35 വയസ്സ്. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ അഥവാ DRDOയിൽ സീനിയർ സ്റ്റോർ ഓഫീസർ ഗ്രേഡ് 2 തസ്തികയിൽ 7 ഒഴിവുകളാണ് ഉള്ളത്. പ്രായപരിധി 35 വയസ്സ്. യോഗ്യത സംബന്ധിച്ച വിവരങ്ങൾക്കായി upsconline.nic.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മെയ് 1. സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് അഥവാ CRPF, കോൺസ്റ്റബിൾ, ടെക്നിക്കൽ ആൻഡ് ട്രേഡ്സ്മാൻ, പൈനിയർ വിഭാഗങ്ങളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വനിതകൾക്കും അപേക്ഷിക്കാവുന്നതാണ്. 9195 ഒഴിവുകളാണ് ഉള്ളത്. ഇതിൽ 306 ഒഴിവുകൾ കേരളത്തിലാണ്. ബ്രാസ് ബാൻഡ്, ബാർബർ, ബഗ്ലർ, കോബ്ലർ, കുക്ക്, കാർപ്പൻ്റർ, ഡ്രൈവർ, മാലി, മോട്ടോർ മെക്കാനിക് വെഹിക്കിൾ, പൈപ്പ് ബാൻഡ്, പെയിൻറ്റർ, സഫായി കർമ്മചാരി, ടെയ്ലർ, വാട്ടർ കാരിയർ, വാഷർമാൻ, ഹെയർ ഡ്രസ്സർ, മെയ്സൺ, ഇലക്ട്രീഷ്യൻ എന്നീ ട്രേഡുകളിലായാണ് ഒഴിവുകൾ ഉള്ളത്. പ്രായം 18 മുതൽ 23 വയസ്സ് വരെ. എന്നാൽ കോൺസ്റ്റബിൾ ഡ്രൈവർ തസ്തികയിലേക്ക് 21 മുതൽ 27 വയസ്സ് വരെയാണ് പ്രായപരിധി. യോഗ്യത സംബന്ധിച്ച വിവരങ്ങൾക്കായി rect.crpf.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്, ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, ട്രേഡ് ടെസ്റ്റ്, ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ എക്സാമിനേഷൻ എന്നിവയിലൂടെയാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. കേരളത്തിൽ തിരുവനന്തപുരത്തെ പള്ളിപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന CRPF ഗ്രൂപ്പ് സെൻറ്ററിലാണ് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത്. ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മെയ് 19. ഈ ആഴ്ചയിലെ എംപ്ലോയ്മെൻറ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.